ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിൻ ഗുഡ് സ്റ്റോക്കുകളെ പറ്റിയിട്ടാണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽക്കഹോൾ കമ്പനീസ്, ടൊബാക്കോ കമ്പനീസ്, പിന്നെ കസീനോ പോലെയുള്ള ബിസിനസ്സുകൾ നടത്തുന്ന കമ്പനീസ്, ഇവരൊക്കെയാണ് നമുക്ക് സിൻ ഗുഡ് സ്റ്റോക്കുകളുടെ ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ ബിസിനസ്സുകൾ, സിൻ ഗുഡ് സ്റ്റോക്കുകളുടെ ബിസിനസ് എന്ന് പറയുന്നത് പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യാത്തൊരു ടൈപ്പ് ബിസിനസ്സാണ്. കാരണം അതൊരു പാവമുള്ളൊരു ടൈപ്പ് ബിസിനസ്സായിട്ടാണ് പല ആൾക്കാരും കാണുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രത്യേകിച്ച് പാവമൊന്നുമില്ല. എല്ലാം ലീഗലാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്, ഇല്ലീഗലാണെങ്കിൽ നമുക്ക് വേണ്ട. ആ ടൈപ്പിലുള്ള ഒരു അപ്രോച്ചാണ് ഞാൻ പേഴ്സണലി എടുക്കുന്നത്. അപ്പോൾ ഈ സിൻ ഗുഡ് ടൈപ്പ് സ്റ്റോക്കുകളിൽ നമുക്ക് വെൽത്ത് ക്രിയേഷൻ പോസിബിൾ ആണോ? നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഡെൽറ്റ കോപ്പൊക്കെ വളരെയധികം വലിയ പെർസെൻറ്റേജ് ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇടിവിൻ്റെ റീസൺ? ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് അപ്സൈഡ് പൊട്ടൻഷ്യൽ എത്രയുണ്ട്? ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക. ഇപ്പോൾ നമ്മൾ ഡെൽറ്റ കോപ്പിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ, വൺ സെക്കൻഡ്, ചാർട്ട് ചെറിയൊരു അപ്പ് മൊമെൻറ്റത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ചാർട്ടിൻ്റെ അകത്ത് ഒരു ഗ്രീൻ ഷൂട്ടപ്പ് നമുക്ക് കുറച്ച് ദിവസമായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് വന്നേക്കുന്ന ഒരു റിട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ടാക്സ് ഡിമാൻഡ് വേവ് ഓഫ് ചെയ്യപ്പെടാമെന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ഈ ഒരു റണ്ണപ്പ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് റീറ്റെയിലേഴ്സ് ഇപ്പം പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇവിടെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ട്. ഇനി അതേ കണക്ക് തന്നെ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ട്. ഈ രണ്ട് ഗ്യാപ്പ് ഡൗണും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവാണ്. ഈ ഗ്യാപ്പ് മേളിലോട്ട് കയറി പോകുമ്പോഴത്തേക്കും ഫിൽ ചെയ്താൽ മാത്രമേ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് സ്ട്രെങ്ത് ഉള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ മേളിലോട്ടൊരു 180 ഒക്കെ മേളിലോട്ടൊരു ക്ലോസിങ് കിട്ടിയാൽ മാത്രമേ സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് സ്ട്രെങ്ത് ആയി എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ടെക്നിക്കലി ഉള്ളൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫണ്ടമെൻ്റലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗവൺമെൻറ് GST ഇവരുടെ കമ്മീഷൻ കമ്പോണൻറ്റിനല്ല, ടോട്ടൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂ, ഇവരുടെ ബിസിനസ്സിൻ്റെ ടോട്ടൽ വാല്യൂവിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എതിരായിട്ട് ഈ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഇപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടാക്സ് ഡിമാൻഡ് ചെയ്തുകൊണ്ട് ലോബിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രി ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ GST എന്ന് പറയുന്ന സംഭവം ഇവരുടെ ഈ ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗെയിമിംഗ് റവന്യൂവിൽ മാത്രം മതി. അതല്ലാതെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഹൈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഗെയിമിംഗ് റവന്യൂ അല്ലെങ്കിൽ GGR എന്ന് പറയുന്ന പർട്ടിക്കുലർ സംഭവത്തിൻ്റെ അകത്ത് മാത്രം മതി. അതല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ നോർമലായിട്ടുള്ള ബാക്കിയുള്ള ബിസിനസ്സുകളെ പോലെ അവരെ കാണണമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഇവരിപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 30 മേലിൽ പെറ്റീഷൻസ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻഡസ്ട്രിക്കകത്തുള്ള കമ്പനീസ് എല്ലാവരും കൂടെ ചേർന്ന് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ സെക്ടറിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഒരു നെഗറ്റീവ് അപ്രോച്ചോട് പല ആൾക്കാരും നോക്കിക്കാണുന്ന ഒരു ബിസിനസ്സാണ്. പ്രത്യേകിച്ച് ചില റിലീജിയൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവരെല്ലാവരും തന്നെ ഗാംബ്ലിങ്, ടൊബാക്കോ, അതല്ലെങ്കിൽ നമ്മുടെ ആൾക്കഹോൾ, ഇതുപോലുള്ള ബിസിനസ്സുകളിൽ നിന്ന് മാറി നിൽക്കുന്ന, അത് കാരണം ഇൻവെസ്റ്റ് ചെയ്യാത്ത ടൈപ്പ് ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കാൻ നേരത്ത് നല്ല രീതിയിൽ തന്നെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സാണ് ആൾക്കഹോൾ ബിസിനസ് ആയാലും അതല്ലെങ്കിൽ ടൊബാക്കോ ബിസിനസ് ആയാലും ഒക്കെ തന്നെ. കസിനോ ഞാനിവിടെ അവസാനം നമുക്ക് കവർ ചെയ്യാം. ബാക്കിയുള്ള ഈ രണ്ടെണ്ണം, ടൊബാക്കോ ആയാലും ആൾക്കഹോൾ ആയാലും നല്ല രീതിയിൽ മാർക്കറ്റിൻ്റെ അകത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പിലുള്ള കമ്പനീസാണ് കാണാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് പ്രൊമോട്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനിയും, രണ്ടെന്ന് പറയുന്നത് പ്രോസസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനിയെ. പ്രൊമോട്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനീൻ്റെ പേരിനെ കാട്ടിയും അല്ലെങ്കിൽ അതിൻ്റെ ബ്രാൻഡ് വാല്യൂവിനെ കാട്ടിയും ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും അറിയാമെന്നുള്ളത്, കൂടുതൽ ഫെമിലിയർ ആയിരിക്കുന്നത് അതിൻ്റെ പ്രൊമോട്ടറിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഒരു ടെസ്ല എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അവിടെ തന്നെ ഫേമസ് ആണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. ഇലോൺ മസ്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രാൻഡ് പോലെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കാരണം ഇലോൺ മസ്ക് ഉണ്ടെങ്കിലേ അതുള്ളൂ. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ നത്തിങ്ങിനെ പോലെ തന്നെ അതിൻ്റെ അകത്ത് ഫേമസ് ആണ്. അതിൻ്റെ അകത്തുള്ള കാൽപ്പേ എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരൻ എന്ന് പറയുന്നത്. അപ്പം ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, കമ്പനീനെ കാട്ടിയും ഫേമസ് ആയിരിക്കും ആ കമ്പനിയുടെ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. അതേ കണക്കിന് നമുക്ക് ആപ്പിളിൻ്റെ അകത്ത് സ്റ്റീവ് ജോബ്സിനെ കാണാൻ പറ്റും. നമ്മുടെ ഇവിടെ കേരളത്തിലെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സഫാരി ചാനലിനെ കാട്ടിയും ഫേമസ് ആണ് സന്തോഷ് ജോർജ് കുളങ്ങര. അപ്പോൾ ചില ആൾക്കാരിൽ അല്ലെങ്കിൽ ചില ബിസിനസ്സുകളിൽ പ്രൊമോട്ടർ ആയിരിക്കും ബിസിനസ്സിനെ കാട്ടിയും കൂടുതൽ ഫേമസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രൊമോട്ടർ മാറിക്കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വലിയ റിസ്ക് വരുന്നതായിരിക്കും. നെക്സ്റ്റ് ആര് ഈ കമ്പനീനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകും. കാരണം ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, പ്രൊമോട്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ആവശ്യമാണ്. എപ്പോഴും ബെറ്റർ ടാക്റ്റിക്സ് ആവശ്യമാണ്. അവർക്ക് അഗ്രസീവായിട്ട് മാർക്കറ്റ് എപ്പോഴും ക്യാപ്ചർ ചെയ്തുകൊണ്ട് നിലനിൽക്കേണ്ടി വരും. അവരുടെ കോമ്പറ്റീറ്റേഴ്സിന് ആയിട്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അവർ എപ്പോഴും നല്ല രീതിയിൽ അഡ്വർടൈസിങ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവരവരുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഓരോ പ്രാവശ്യവും സക്സസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഈ ഒരു പ്രൊമോട്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിനെ
ബിസിനസ് സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഒരു സിനാരിയോ. ഇനി അതേ സമയത്ത് നമ്മളൊരു പ്രോസസ് ഓറിയൻറ്റഡോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓറിയൻറ്റഡോ ആയിട്ടുള്ള കമ്പനി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അങ്ങോട്ട് വന്ന് അതിൻ്റെ പ്രോഡക്റ്റ് മേടിച്ചോളും. അവർക്കെതിരെ കോമ്പറ്റീഷൻസ് വന്നാൽ പോലും അവരൊന്നും തന്നെ സർവൈവ് ചെയ്യുന്നതായിരിക്കത്തില്ല. അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സും പതുക്കെ മാർക്കറ്റിൻ്റെ അകത്ത് കയറി വന്നാൽ പോലും ഇവരുടെ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് അഡ്വാൻറ്റേജുള്ള ബിസിനസ്സാണ് ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ. അപ്പോൾ എൻ്റെ എക്സാമ്പിൾസ് നമുക്കറിയാവുന്നത് ഡിവീസ്, ഏഷ്യൻ പെയിൻറ്റ്, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഇവരുടെ നിന്ന് പ്രൊമോട്ടർ ആരാണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ കമ്പനി ഭയങ്കര വലിയ ഫേമസ് ആണ്. കമ്പനി നല്ല രീതിയിൽ ഗ്രോത്ത് കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് വലിയ രീതിയിൽ ടാറ്റിക്സ് കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിച്ച് ഭയങ്കര അഗ്രസീവായിട്ട് മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ കസ്റ്റമർ തനിയെ അതിൻ്റെ ആ ഒരു ബിസിനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കും. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ടർ അത്ര കണ്ട് നല്ല പ്രൊമോട്ടർ അല്ലെങ്കിൽ പോലും ആ ബിസിനസ് ലോങ് ടൈമിൽ സർവൈവ് ചെയ്ത് പോകുന്നതായിരിക്കും. പക്ഷേ ആദ്യം പറഞ്ഞ കേസിൽ പ്രൊമോട്ടർ നല്ല പ്രൊമോട്ടർ അല്ലെങ്കിൽ ആ ബിസിനസ് തന്നെ പൊട്ടിപ്പോകുന്നതായിരിക്കാം. പ്രൊമോട്ടർ ഈവൻ ദോ നല്ല പ്രൊമോട്ടർ ആണെങ്കിൽ പോലും എല്ലാ മാർക്കറ്റ് സിനാരിയോയിലും അവർ വലിയ രീതിയിൽ ഹിറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ചെറിയ ഡൗൺ കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ബിസിനസ് എല്ലാ സമയത്തും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ബിസിനസ്സിൻ്റെ അകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഡൗൺസ് വരുന്ന സമയത്ത് അവർ അതിന് വേണ്ടിയിട്ട് പണിഷ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഷെയർ പ്രൈസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പണിഷ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതേ സമയത്ത് പ്രോഡക്റ്റ് ഓറിയൻറ്റഡോ അല്ലെങ്കിൽ പ്രോസസ് ഓറിയൻറ്റഡോ ആയിട്ടുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മോശം സിനാരിയോ വരാൻ നേരത്ത് പോലും അവർക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ വാല്യൂഷൻസ് കൊടുക്കുന്നതായിരിക്കും. ആ മാർക്കറ്റ് പറയും ഈ കമ്പനി സർവൈവ് ചെയ്ത് പോകും, ഇവരുടെ പ്രോഡക്റ്റ് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ ഹയർ വാല്യൂഷൻസ് എപ്പോഴും കൊടുക്കുന്നതുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൊമോട്ടറിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് വിജയ് മല്യ ആൻഡ് യുണൈറ്റഡ് സ്പിരിറ്റ്സ്. വിജയ് മല്യ ആ ബിസിനസ് നടത്തിക്കൊണ്ട് വിജയ് മല്യ അത്ര നല്ല പ്രൊമോട്ടർ കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ബിസിനസ് സർവൈവ് ചെയ്തു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ്, അല്ലാതെ അതിൻ്റെ അകത്തുള്ള പ്രൊമോട്ടറിൻ്റെ ക്വാളിറ്റി കൊണ്ടല്ല. പിന്നെ മാത്രമല്ല ഈ ആൽക്കഹോളിൻ്റെ അകത്തൊക്കെ വരാൻ നേരത്ത് നമുക്കറിയാം ഇതിൻ്റെ അകത്തൊന്നും തന്നെ അഡ്വർടൈസിങ് കാര്യങ്ങളൊന്നും നടക്കുന്നതല്ല. ഇപ്പം കിങ് ഫിഷറിൻ്റെ വിജയ് മല്യയുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ് ഫിഷർ എന്ന് പറയുന്ന മദ്യത്തിനെ അല്ലെങ്കിൽ അതിൻ്റെ ആ ബിയറിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം പുള്ളി ആ ഒരു ബ്രാൻഡ് നെയിമിനെ വേറെ രീതികളിലൂടെ അല്ലെങ്കിൽ വേറെ മറ്റ് ബിസിനസ് വഴിയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം കിങ് ഫിഷറിൻ്റെ കലണ്ടർ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ എയർലൈൻസ് നടത്തുന്നു, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വഴിയിട്ട് മറ്റ് രീതികളിലൂടെ ആ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ആ ഒരു പ്രൊമോഷൻ വഴിയിട്ടാണ് ഈ കമ്പനി നാട്ടുകാരുടെ ഇടയിലോട്ട് ഫേമസ് ആയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഫേമസ് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് അവർ യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രാവശ്യം മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ ആ ഒരു പ്രോഡക്റ്റ് ഒന്ന് റീച്ചായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊരു FMCG കൈൻഡ് ഓഫ് പ്ലേ ആണ്. അല്ലെങ്കിൽ ഒരു FMCG സ്റ്റോക്ക് പോലെ, അതല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ് പോലെയോ ഒരു സെറ്റ് ഓഫ് മാർക്കറ്റ് ഇതിന് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അവർക്ക് മാർക്കറ്റ് ഷെയർ വലുതായിട്ട് ലൂസ് ചെയ്യത്തില്ല. അതാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിൻ ഗുഡ്സ് സ്റ്റോക്കുകളുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ ഇന്ന് ഈ പർട്ടിക്കുലർ ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് ആൽക്കഹോളിനെ പറ്റിയിട്ടും അതേ കണക്കിന് രണ്ടാമത്തെ ക്വയറി ഡെൽറ്റ കോപ്പിനെ പറ്റിയിട്ടാണ്. ഡെൽറ്റ കോപ്പി ഇപ്പം ബൈ ചെയ്യാമോ? ഇനി അതേ കണക്ക് രണ്ടാമത്തെ ക്വയറി അസോസിയേറ്റഡ് ആൽക്കഹോൾ ഓൾറെഡി മൾട്ടിവാഗർ റിട്ടേൺസ് തന്ന സ്റ്റോക്ക് അല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി പൊസിഷൻസ് ബിൽഡ് ചെയ്യുന്ന വഴിയിട്ട് നമുക്ക് കോമ്പൗണ്ട് റിട്ടേൺസ് അല്ലേ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ടാണ് ബേസിക്കലി ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അസോസിയേറ്റഡ് ആൽക്കഹോളിലോട്ട് വരാം. അസോസിയേറ്റഡ് ആൽക്കഹോളിലോട്ട് വരാൻ നേരത്ത് നമ്മളിത് വീഡിയോ ആയിട്ട് ഇട്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു മൾട്ടിബാഗർ പ്ലേ അല്ല, ലോങ് ടൈമിൽ നമുക്ക് ഒരു ഡിവിഡൻഡ് ഇൻവെസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ടൈപ്പ് ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് സ്റ്റേബിൾ ആയിട്ട് ഒരു ഇൻകം 10-20 വർഷം കഴിഞ്ഞ് ആഗ്രഹിക്കുന്ന ടൈപ്പ് ആൾക്കാർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഹൈലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനെ ഫേവർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ പ്രൈസിൽ ഗ്രോത്ത് ഉറപ്പായിട്ടും വരുമെന്ന് വിചാരിക്കുന്ന അതിന് വേണ്ടി കുറച്ച് റീസൺസ് കൂടെ അന്ന് അതിൻ്റെ ശേഷം വന്നിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവിടെ ഒരു പ്രൊമോട്ടർ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്, കമ്പനി പുതുതായിട്ടൊരു ക്യാപെക്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ കണക്ക് തന്നെ 3ഓളം പുതിയ പ്രോഡക്ട്സ് കമ്പനി മാർക്കറ്റിൻ്റെ അകത്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ത്യയുടെ GDP കൂടുകയാണ്. അപ്പോൾ ഇവിടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുന്നതിനനുസരിച്ചിട്ട് ആൽക്കഹോൾ കൺസപ്ഷൻ പോലുള്ള സാധനങ്ങൾ കൂടുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല ഈ പ്രൊമോട്ടറിൻ്റെ അകത്ത് വന്നേക്കുന്ന ഈ ഒരു ചേഞ്ച് കമ്പനിനെ കുറച്ചുകൂടെ അഗ്രസീവ് ആക്കുന്നതായിരിക്കും. പിന്നെ പ്രീമിയമൈസേഷനും അർബനൈസേഷനും നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരു ലോങ് ടേം ട്രെൻഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുള്ളിഷ് എഫക്റ്റ് കൂടെ നമുക്ക് സ്റ്റോക്കിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഈ ടൈപ്പിലുള്ള ഒരു കമ്പനി പെർഫോം ചെയ്ത് വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലായിരിക്കും. ഇനി ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ITC പോലുള്ള കമ്പനീസിൻ്റെ എക്സാമ്പിൾ എടുക്കുക. നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് വളരെ വലിയ രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് ITC. അപ്പോൾ ഈ ITC പോലുള്ള കമ്പനീസ് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് അവർ സിൻ ഗുഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി ടൊബാക്കോ എന്ന് പറയുന്ന ഒരു സെക്ടറിൻ്റെ അകത്തുള്ള കമ്പനിയാണ്. എന്നിട്ടും അവർ നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ. പക്ഷേ അവരിപ്പോൾ അവരുടെ ബിസിനസ് കുറച്ചുകൂടെ ഓവർ ഡൈവേഴ്സിഫൈഡ് ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവർ ഈ ഒരു ടൊബാക്കോ ബിസിനസ് മാറിയിട്ട് ഒരു FMCG പ്ലെയർ ആയിട്ട് അറിയപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടൊബാക്കോ ബിസിനസ്സിനെ അവരുടെ ഒരു ക്യാഷ് കൗ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വരുന്ന പൈസേനെ അവർ
അവർ ആ ബിസിനസ്സിൽ തന്നെ എന്താ പറയുക റീഡിപ്ലോയ് ചെയ്യാതെ അവർ വേറെ മറ്റ് ബിസിനസ്സിലോട്ട് FMCG പോലെയുള്ള ബിസിനസ്സിലോട്ട് റീഡിപ്ലോയ് ചെയ്ത് അവിടെ അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ITC ഒരു ലോങ് ടൈമിൽ നല്ല പ്ലേ അല്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ വലിയൊരു കൺഗ്ലോമറേറ്റിന് കണക്കാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കൺഗ്ലോമറേറ്റ് ബിസിനസ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുള്ള ഏറ്റവും മോശം ബിസിനസ്സിൻ്റെ വാല്യൂഷൻ ആയിരിക്കും ആ കമ്പനിക്ക് ഒബിയസ്ലി കിട്ടുന്നത്. പിന്നെ മാത്രമല്ല ഇത്രണ്ട് വലിയൊരു കമ്പനി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ഹൈ ആയിട്ടുള്ള ബേസ് എഫക്റ്റ് കാരണം തന്നെ ഗ്രോത്തിൻ്റെ പെർസെൻറ്റേജ് അത്രണ്ട് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ITCയിലുള്ളതുകൊണ്ട് നമ്മളത് സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ പിന്നെ മാത്രമല്ല നമ്മൾ മൊത്തത്തിൽ ടൊബാക്കോ ഇൻഡസ്ട്രിക്കകത്ത് നോക്കാൻ നേരത്ത് മെയിനായിട്ട് ഇവിടെയുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിന്ന് വരുന്ന കോമ്പറ്റീഷൻ വലിയൊരു ഇഷ്യൂ ആണ്. കുറച്ചുകൂടെ ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സ് ഇപ്പോൾ ഇത് കുടിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക പുകവലിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഹൈ കിട്ടുന്ന രീതിയിലുള്ള മറ്റ് പ്രോഡക്ട്സ് മാർക്കറ്റിൻ്റെ അകത്ത് കുറച്ചുകൂടി ചീപ്പായിട്ട് അവൈലബിൾ ആയിരിക്കുമ്പോഴത്തേക്കും ITC പോലെയുള്ള കമ്പനീസിൻ്റെ പ്രോഡക്ട്സ് അത്ര ഉണ്ട് വിൽക്കാനുള്ള ചാൻസ് കുറവാണ്. ബംഗ്ലാദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ട്രെയിൻ വഴിയിട്ട് ഒരുപാട് ഇല്ലീഗലായിട്ട് ഇതുപോലുള്ള ഗുഡ്സ് കടത്തിക്കൊണ്ട് വന്ന് ഇവിടെ അത് അസംബിൾ ചെയ്ത് വിൽക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ ഒരുപാട് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഈ ITC പോലുള്ള സെക്ടർ അല്ലെങ്കിൽ ടൊബാക്കോ സെക്ടറിൻ്റെ അകത്ത് നമുക്ക് ഒരു ഹൈ ആയിട്ടുള്ള ഗ്രോത്ത് പല സ്റ്റോക്കുകളിലും കാണാൻ പറ്റാത്തത്. പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രി പോസിറ്റീവാണ്. ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിക്കകത്ത് ഒരു കോമ്പൗണ്ട് റിട്ടേൺസ് നമുക്ക് കിട്ടാൻ വേണ്ടി വളരെയധികം ഏർലി ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ VST പോലുള്ള സ്റ്റോക്കുകളുടെ ലോങ് ടേം ഷെയർ പ്രൈസ് നോക്കുക, അതിൻ്റെ അകത്തുള്ള ഇൻവെസ്റ്റേഴ്സ് നോക്കുക. നമ്മുടെ രാധാകൃഷ്ണൻ ദമാനി പോലെയുള്ള ആൾക്കാർ ലോങ് ടൈമിൽ അതുപോലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റഡ് ആണ്. പുള്ളിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ വെൽത്ത് പ്രിസർവ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ അങ്ങനെ ഒരു പ്ലേക്കകത്ത് പുള്ളി ഇൻവെസ്റ്റഡ് ആയിരിക്കുന്ന വഴിയിട്ട് പുള്ളിക്ക് അതിൻ്റെ അകത്ത് ഡിവിഡൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. മാത്രമല്ല പുള്ളിയുടെ ലോങ് ടൈമിൽ വെൽത്ത് പ്രിസർവ് ആവുന്നതായിരിക്കും. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലിക്കർ ടൊബാക്കോ പോലുള്ള സംഭവങ്ങൾ വേറെ എക്സ്റ്റേണൽ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഇതൊരു ബൈ ആൻഡ് ഫോർഗെറ്റ് ടൈപ്പ് ഓഫ് ഒരു പ്ലേ ആണ്. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം മാർക്കറ്റ് ഷെയർ ഉണ്ട്, മാർക്കറ്റ് ഷെയർ ലൂസ് ആവുന്നില്ല, പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അത് ഒരു ബൈ ആൻഡ് ഫോർഗെറ്റ് ടൈപ്പ് ഓഫ് പ്ലേ ആണ്. അപ്പോൾ ആ ഒരു സെൻസിൽ തന്നെ നമ്മളത് എടുക്കണം. പക്ഷേ ടൊബാക്കോനെ സംബന്ധിച്ചിടത്തോളം ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ഇല്ലീഗൽ ഇത് കാരണം ഒരു അൺഓർഗനൈസ്ഡ് മാർക്കറ്റ് കാരണമാണ് നമ്മുടെ ടൊബാക്കോയ്ക്ക് അത്ര കണ്ടൊരു ഇത് കിട്ടാത്ത ഒരു വൈഡായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്ത ആ ഒരു സ്റ്റോക്കിൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ITC ഒക്കെ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അതൊക്കെ സൂപ്പർ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്ന സ്റ്റോക്കുകളാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ടൊബാക്കോ സെക്ടറിൻ്റെ അകത്ത് വരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. പക്ഷേ ലിക്കർ അങ്ങനെയല്ല. ലിക്കർ നമുക്ക് സ്റ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഒരുപാട് എന്താ പറയുക ഡ്രൈ സ്റ്റേറ്റ്സ് ഒക്കെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചില കമ്പനീസിന് അത് നെഗറ്റീവായിട്ട് വരാറുണ്ട്. അതല്ലാത്ത സ്റ്റേറ്റുകളിലോട്ട് എക്സ്പാൻഷൻസ് ഒക്കെ നടത്തി ഒരു പാൻ ഇന്ത്യ ലെവലിലൊക്കെ നിൽക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് തന്നെയായിരിക്കും ലോങ് ടൈമിൽ ആ കമ്പനികളൊക്കെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത്. അസോസിയേറ്റഡ് ആൾക്കഹോളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അവരും B2B B2C രണ്ട് ടൈപ്പ് ബിസിനസ്സിൽ നിൽക്കുന്ന ടൈപ്പ് കമ്പനിയാണ്. B2C എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടെത്തിക്കുക. B2B എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ചെയ്യുക. അപ്പോൾ ഈ രണ്ടിലും ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് അസോസിയേറ്റഡ് ആൽക്കഹോൾ പോലെയുള്ള കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മൾ കസീനോയിലോട്ട് വരികയാണ് അല്ലെങ്കിൽ ഡെൽറ്റ കോപ്പിലോട്ട് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോളും ടൊബാക്കോയും ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു വൈഡ് അക്സെപ്റ്റൻസ് നമുക്ക് പബ് കൾച്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ കസീനോ കൾച്ചറിൻ്റെ അടുത്തോ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് നമ്മൾ കൾച്ചറലായിട്ടുള്ള കുറച്ച് റീസൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ എക്കണോമിയിൽ ആൾക്കാർ അത്ര ഉണ്ട് പൈസ കാര്യങ്ങളൊന്നും ഉള്ള ആൾക്കാരല്ല, ഒരു കുറച്ചുകൂടെ ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ഒരു പോപ്പുലേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഒരു സെക്ടറിനെ അത്ര ഉണ്ട് പോസിറ്റീവ് ആക്കാത്തൊരു സംഭവമായിട്ടാണ് ഞാൻ പേഴ്സണലി കരുതിയിരുന്നത്. എത്ര പേര് കസിനോ ഉപയോഗിക്കുന്നുണ്ട്, എത്ര പേര് കസിനോ പോയാൽ തന്നെ അതെങ്ങനെ ഗ്രോ ചെയ്യും, എത്ര പോപ്പുലേഷൻ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഡൗട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഒരു കമ്പനി വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് വളരാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും അത് ഉപയോഗിക്കണമെന്നൊന്നുമില്ല. അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം പതുക്കെ കൂടിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് ആ ഒരു സെൻസിൽ നമ്മൾ നോക്കാൻ നേരത്ത് കസിനോ പോലുള്ള സാധനങ്ങൾ ലോങ് ടേമിൽ പെർഫോം ചെയ്യും. പക്ഷേ ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇതേ കണക്ക് ഇടയ്ക്കിടയ്ക്ക് ടിങ്കറിങ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ സിൻഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ചെണ്ട പോലെയാണ്. എല്ലാ ബഡ്ജറ്റിലും വന്നിട്ട് ടാക്സ് കൂട്ടാൻ പറ്റിയ ഒരു സാധനമായിട്ടാണ് ഗവൺമെൻറ് ഈ ഒരു ഇൻഡസ്ട്രീനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് ടിങ്കറിങ് കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് ഇതെല്ലാം തന്നെ ഈ സെക്ടറിനെ വളരെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആൽക്കഹോളിനെ സംബന്ധിച്ചിടത്തോളം ടൊബാക്കോനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സംഭവം ഗവൺമെൻറ് എത്ര ടാക്സ് കൂട്ടിയാലും ഇപ്പോൾ ഗവൺമെൻറ് 100% 200% എത്ര കണ്ട് ടാക്സ് കൂട്ടിയാൽ അതെല്ലാം തന്നെ ഒരു കസ്റ്റമറിലോട്ട് പാസ് ഓൺ ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ അവർ അതിൻ്റെ വലിയ രീതിയിൽ ഒന്നും എന്താ പറയുക ഇത് ചെയ്യാൻ നോക്കത്തില്ല, ഒരുപാട് അതിൽ ചിന്തിക്കാൻ വേണ്ടി നിൽക്കത്തില്ല. കാരണം ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വലിയ പ്രോബ്ലമാണ്. കാരണം ഗവൺമെൻറ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ടാക്സ് കൂട്ടാൻ നിൽക്കുകയാണെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൻ്റെ അകത്ത് അവൈലബിൾ ആകാൻ തുടങ്ങും. അതിനനുസരിച്ചിട്ട് പിന്നെ മദ്യദുരന്തം പോലുള്ള കാര്യങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അതും ഗവൺമെൻറ് പ്രോബ്ലമാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അവിടെയും കൂട്ടുന്നതിന് ഒരു പരിധി വിട്ട് ഗവൺമെൻറ് അവിടെ ടാക്സും കൂട്ടത്തില്ല. പക്ഷേ കസീനോനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളും ഇല്ല. ഇല്ലീഗലായിട്ടുള്ള സാധനം വരിക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എഫക്റ്റും അധികം വരത്തില്ല. പിന്നെ മാത്രമല്ല കൂടുതൽ ടാക്സ് വെച്ചുകൊണ്ട് എന്തെങ്കിലും നാട്ടുകാർ കുറച്ചുകൂടി ഹാംഫുൾ ആയിട്ടുള്ള
എന്തെങ്കിലും സാധനം വരുമെന്നുള്ള ആ ഒരു രീതിയിലും പ്രോബ്ലംസ് ഇല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അവിടെ ഹൈലി ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റീസൺസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഹൈ ആണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ ഗെയിമിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ഗാംബ്ലിങ്ങിനായിട്ടുള്ള ഒരുപാട് ഈ Dream11 പോലെയുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത്, അത് ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കസീനോ കൾച്ചറിന് എന്താ പറയുക, നമുക്ക് അവിടെ പോയി ഗാംബിൾ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് മൊബൈൽ വഴിയിട്ട് ഇങ്ങനെ ഗാംബിൾ ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ ഇവരുടെ മാർക്കറ്റ് ഷെയർ അവർ പിടിക്കാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഇവിടെ ഈ ഒരു ഓൺലൈൻ ഗാംബ്ലിംഗ് സംഭവം എന്ന് പറയുന്നത് ബാൻഡാണ്. പക്ഷേ ഇവർ സ്കിൽഡ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് ആണെന്നുള്ള രീതിയിലാണ് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് ആൾക്കാർക്കൊരു മോറൽ റിലീഫും കിട്ടുന്നതായിരിക്കും. പക്ഷേ അവർ ഈ രീതിയിൽ അവർ ഗാംബിൾ ചെയ്തിട്ട് അവരുടെ ആ ഒരു ഗാംബ്ലിംഗ് ഇൻസ്റ്റൻറ്റ് ഇത് ചെയ്യുന്നതായിരിക്കും, മീറ്റപ്പ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ അത് ഈ ഒരു സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈമിൽ ചിലപ്പോൾ ഇവരുടെ മാർക്കറ്റ് ഷെയർ അവർ ക്യാപ്ചർ ചെയ്യാൻ ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഡെൽറ്റയ്ക്കും ഓൺലൈൻ ഗെയിമിങ്ങിൽ പ്രസൻസ് ഉണ്ട്. അപ്പോൾ ആ ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ പ്രസൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ഗ്രോ ചെയ്ത് വരികയാണെങ്കിൽ അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള സാധനമായിരിക്കും. ബേസിക്കലി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടൈമിൽ ഇതേ കണക്ക് ഗവൺമെൻറ് ടിങ്കറിങ്സ് ഉള്ള സ്റ്റോക്കുകളാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ടെക്നിക്കൽസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടെക്നിക്കലി ബ്രേക്കൗട്ട് കിട്ടുമ്പോഴത്തേക്കും, പ്രോപ്പർ ബ്രേക്കൗട്ട് കിട്ടുമ്പോഴത്തേക്കും എൻട്രി എടുത്താൽ മതി. കാരണം ഇതിൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കും അറിയത്തില്ല, ഇവർ കമ്പനിക്കും അറിയത്തില്ല, ഗവൺമെൻറ്റിന് പോലും അറിയത്തില്ല. അവർ പോലും ഒരു ഗവൺമെൻറ് മാറി അടുത്ത ഗവൺമെൻറ് വരുമ്പോഴത്തേക്കും പുതിയ ഡിസിഷൻസ് എടുക്കുന്നതായിരിക്കും, പുതിയ രീതിയിൽ ഇതിനെയൊക്കെ തന്നെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ടെക്നിക്കൽസിനെ മാത്രം ബിലീവ് ചെയ്യുക. ഈ പർട്ടിക്കുലർ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് ടെക്നിക്കലി അത്ര കണ്ട് പോസിറ്റീവ് ആയിട്ടില്ല. ടെക്നിക്കലി ചെറിയൊരു ഷൂട്ടപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി ഇവിടെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ട്. ഒരു 180 മേലോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഇനിഷ്യലി ഒരു 30% പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതിയാവും. പിന്നീട് നമ്മൾ ഒരു 240 240 മേലോട്ട് ക്ലോസിംഗ് കിട്ടുമ്പോഴത്തേക്കും അടുത്ത സെക്കൻഡ് പൊസിഷൻസ് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പതുക്കെ പൊസിഷൻസ് ബിൽഡ് ചെയ്ത് പോയാൽ മതി. അതല്ലാതെ സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു കാരണവശാലും റഷ് ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ ഇല്ലെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം സ്റ്റോക്കിൻ്റെ ലോങ് ടൈമിൽ ചാർട്ട് നോക്കുക, 2018 ശേഷം സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള വെൽത്ത് ക്രിയേഷൻ സ്റ്റോക്കിൻ്റെ അകത്ത് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 2020 നടന്നിട്ടുള്ള കൊറോണ ക്രാഷിൻ്റെ ലെവൽസ് വെച്ച് നോക്കിയാലും അവിടെ നിന്ന് സ്റ്റോക്ക് ഇതുവരെ വലിയ പെർസെൻറ്റേജ് കാര്യങ്ങളൊന്നും തന്നെ അപ്പായിട്ടില്ല. 150% കൊറോണ ക്രാഷിൻ്റെ ഏറ്റവും ഡൗൺ ലെവലിൽ നോക്കിയാൽ പോലും 150, 160 റേഞ്ചിൻ്റെ മാത്രം റണ്ണപ്പ് മാത്രമേ നമുക്ക് സ്റ്റോക്കിൻ്റെ അകത്ത് കിട്ടിയിട്ടുള്ളൂ. റീസെൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഈ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ കാരണമുള്ള ഒരു ഡൗൺ ഇത് കാരണം നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് എല്ലാം നന്നായി സ്റ്റോക്ക് മേലിലോട്ട് കയറി പോകുന്നതാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അങ്ങനെ സംഭവിക്കാത്ത ഒരുപാട് സ്റ്റോക്കുകളുണ്ട് നമ്മുടെ മാർക്കറ്റിനകത്ത്. ഏറ്റവും വലിയ എക്സാമ്പിളാണ് യെസ് ബാങ്കും വോഡഫോൺ ഐഡിയ പോലുള്ള സ്റ്റോക്കുകൾ നോക്കുക. ഇതിൻ്റെ അകത്തെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ന്യൂസുകൾ വരുന്നതായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പോയി മേടിക്കുന്നതായിരിക്കും. അതിൻ്റെ സ്റ്റോക്കിൻ്റെ ലോങ് ടൈം ചാർട്ട് നോക്കുക, ഇപ്പോഴും അതിൻ്റെ അകത്ത് പെട്ട് കിടക്കുന്ന ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ പോയിട്ട് ഡൗൺ ട്രെൻഡിൽ അല്ലെങ്കിൽ ഡൗൺ സൈഡിൽ നിൽക്കുന്ന സ്റ്റോക്കുകളിൽ പോയിട്ട് ചുമ്മാ ഒന്നും നോക്കാതെ പൊസിഷൻസ് ബെറ്റർ ബിൽഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്ന വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു പുതിയ പോയിന്റ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേ കണക്കിന് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റോക്ക് റിലേറ്റഡും മാർക്കറ്റ് റിലേറ്റഡും ആയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും തന്നെ കമൻറ്റ് ബോക്സിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് എല്ലാവർക്കുള്ള മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുണ്ടായിരുന്നത്. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.